ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് ചീര ഉലർത്താണ്ട്. അതിനായിട്ട് ഞാൻ പരിപ്പ് എടുക്കുന്നുണ്ട്. 2 പിടി പരിപ്പ് എടുക്കുന്നുള്ളൂ. ഇത് നല്ലോണം കഴുകിയെടുക്കാം. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് കുറുകി വരണ്ട, ഓവറായിട്ട് വേണ്ട ആവശ്യമില്ല. ഇതിന് കുറച്ച് വെന്താൽ മതി. ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ചീര ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ കടയൊക്കെ കളഞ്ഞ് നമുക്ക് തണ്ട് മുറിച്ചെടുക്കാം. നല്ലോണം കഴുകണോട്ടെ ചീര. ഇല വേറെയും തണ്ട് വേറെ ആയിട്ടും എടുക്കാം. തണ്ട് ഞാൻ വേറെ മുറിച്ചെടുക്കുന്നത് ഈ തണ്ടിന് ഇത്തിരി വേവ് കൂടുതലുണ്ട്. ഞാൻ പരിപ്പ് 2 വിസിൽ ലഭിച്ചിട്ട് ഇതും കൂടി അരിഞ്ഞ് പരിപ്പിന്റെ കൂടി ഒന്നും കൂടി വേവിക്കോട്ടെ. അതിന് വേണ്ടിയാണ് തണ്ട് അരിഞ്ഞെടുക്കാം. മൂത്തതാണെങ്കിൽ ഇതിന്റെ നാര് കളഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് നാരിങ്ങനെ കളയണം. എല്ലാത്തിനും അങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പരിപ്പ് 2 വിസിൽ ലഭിച്ചിട്ടാ. അപ്പോൾ ഒരു വിധം വെന്തിട്ടുണ്ട്. 3/4 വേവായിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ച് വെന്താൽ മതി എന്ന് പറഞ്ഞാൽ. ഇതിനകത്തേക്ക് നമുക്കിനി ആ തണ്ട് ഇട്ട് കൊടുക്കാം. തണ്ടിന് ഇത്തിരി വേവുള്ളതല്ലേ. ഒരു വിസിലും കൂടി ഒന്ന് കേൾപ്പിക്കാം. പരിപ്പും ചീരത്തണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ. ചീരയുടെ ഇലയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 8 ഉള്ളിയും ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തുലത്താം. ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് ചതച്ച് വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളി വാടി വന്നിട്ട് നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ല എരിവുള്ള മുളകാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് ആവശ്യാനുസരണം ഇടാട്ടോ ഓരോരുത്തരാ. ഇതൊന്ന് ആടി വരട്ടെ. ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പരിപ്പിലൊന്നും. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറേ ചീരയുടെ ഇല ഇട്ടതാണ്. നല്ലോണം വാടി ഒരു പിടിയോളായിട്ടാണ്. നല്ലോണം അതിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചീരയെന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം അതിനകത്തേക്ക്. പരിപ്പിന് ചീരയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ലൂസായിട്ട് എടുത്തിരിക്കുന്നത് കുഴമ്പൻ രൂപത്തിൽ. ഡ്രൈ ആയിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം. പരിപ്പ് ഇത്തിരി അധികം വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ പരിപ്പ് ചീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.